വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വ്രതശുദ്ധിയുടെ 50 നാളുകൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ വർഷത്തിലെ ഏറ്റവും മനോഹരമായ 50 ദിനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 50 ദിനങ്ങൾ. ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പതിവ് പോലെ ഈ വർഷവും നമുക്ക് ഈശോയുടെ മരുഭൂമിയിലെ 3 പരീക്ഷണങ്ങളാണ് ധ്യാന വിഷയത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുക. 3 പരീക്ഷണങ്ങൾ 3 തലങ്ങളിലുള്ളതാണ്. ഓരോ മനുഷ്യ വ്യക്തിയും അഭിമുഖീകരിക്കേണ്ട 3 തലങ്ങളിലുള്ള പരീക്ഷണങ്ങൾ. ഒന്നാമത്തേത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. കല്ലുകളോട് അപ്പമാവാൻ പറയുന്നു. അത് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈശോ അതിനെ അതിജീവിക്കുന്നുണ്ട്. രണ്ടാമത്തേത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ സകല അധികാരവും മഹത്വവും കാണിച്ചിട്ട് അത് തരാമെന്ന് പറഞ്ഞ് മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയാണ്. മനസ്സിൻ്റെതായ, അധികാരത്തിൻ്റെതായ, ഈ ലോകത്തിൻ്റെതായ ഒരുപാട് സുഖ സൗകര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ നമ്മളെ എല്ലാവരെയും മാടി വിളിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, അവയെയും അതിജീവിക്കണമെന്ന് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തേത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ഉന്നത സ്ഥലത്ത് കൊണ്ടുചെന്ന് താഴേക്ക് ചാടാനായിട്ട് പറയുന്നു. ദൈവദൂതന്മാരെ താങ്ങിക്കൊള്ളും, വിശ്വാസമുണ്ടായാൽ മതി എന്ന് പറയുന്നു. അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഈശോ ഈ ശരീരവും മനസ്സും ആത്മാവുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങളെയും അതിജീവിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ആ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം പറയുന്നുണ്ട്, നിശ്ചിത കാലത്തേക്ക് സാത്താൻ അവനെ വിട്ടുപോയി. അപ്പൊ സാത്താൻ വിട്ടുപോയി എന്ന് പറയെങ്കിലും ശാശ്വതമായിട്ടല്ല, നിശ്ചിത കാലത്തേക്കാണ്. ഈശോയുടെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും പരീക്ഷണങ്ങളായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ട. ഇതൊരു സൂചന, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട പരീക്ഷകളെ കുറിച്ചുള്ള സൂചന മാത്രമായി കണ്ടാൽ മതി. ഒരു പക്ഷേ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്നും പാപത്തിന്റെ വഴികളിൽ നിന്ന് മാറി നടക്കണമെന്നും ഒപ്പം പുണ്യങ്ങളിൽ ആഴപ്പെടണമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പരീക്ഷണങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. അവയെ നമ്മൾ അതിജീവിക്കേണ്ടി വരും. കൊച്ചനായിരുന്ന ഒരു പള്ളിയിലെ അനുഭവം ഓർക്കുകയാണ്. അവിടെ ഒരു ദിവസം 2 യൂണിറ്റുകൾ ഇടദിവസം നടക്കും. ഒരു സ്ഥലത്ത് വികാരിച്ചും പോവും, ഒരു സ്ഥലത്ത് ഞാൻ പോവും. 8 നമ്പർ യൂണിറ്റിൽ ഞാൻ അവിടെ ചെന്ന് കുറച്ച് കാലമേ ആയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂണിറ്റിൽ പോയി. അപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് ചേട്ടൻ ചർച്ചയുടെ സമയത്ത് ഒരു വിഷയം എടുത്തിട്ടു. അപ്പം ഞാൻ കൊച്ചനാണ്, ചെന്നിട്ട് കുറച്ച് കാലമായുള്ള ആളുകളെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ഈ ചേട്ടൻ നന്നായിട്ട് സംസാരിക്കും. പുള്ളി പറഞ്ഞൊരു വിഷയം, പള്ളിയിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അൾത്താരയുടെ വലതുവശത്തായിട്ട്. അത് 2-3 ദിവസമായിട്ട് കാണാനില്ല. അപ്പോൾ സംഭവം 2-3 ദിവസം മുമ്പ് ഇതിൻ്റെ ബാറ്ററി തീർന്നു. അപ്പോൾ ഇത് ബാറ്ററി മാറ്റാൻ വേണ്ടി സങ്കീർത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വികാരിച്ചും പറഞ്ഞു, നമുക്ക് അൾത്താരയിൽ ഒരു ക്ലോക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് അത് വെക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആളുകൾ പ്രതികരിക്കുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അപ്പോൾ എന്നോട് യൂണിറ്റിൽ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞു, ചോദിച്ച ആളോടും മറ്റുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്തപ്പോഴും പറഞ്ഞു അത് ബാറ്ററി മാറ്റാനായിട്ട് മാറ്റിയതാണ്. ഒരു ചെറിയ മെഷീനറി പ്രോബ്ലംസ് ഉണ്ട്, അത് കഴിയുമ്പോൾ ശരിയാക്കിയിടും, നമുക്ക് തൽക്കാലം തടി തപ്പണമല്ലോ. പക്ഷേ ഇത് ചർച്ച രൂക്ഷമായി. ഞാനൊരു സൈഡിലും മറ്റുള്ളവർ അതർ സൈഡിലും അപ്പുറത്തുമായി ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്. എനിക്ക് പിടിച്ചേൽക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഈ യൂണിറ്റ് പ്രസിഡന്റിന്റെ ഭാര്യ ചേച്ചി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാരണവശാലും ഇനി അൾത്താരയിൽ ആ ക്ലോക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റിന്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും കിട്ടിയില്ല. പിന്നെ പ്രസിഡന്റിന്റെ ഭാര്യയാണ്, പ്രസിഡന്റാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഇനി അവർ തമ്മിലായിക്കോളും, നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു റഫറിയുടെ റോള് മാത്രം കളിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞൊരു വാചകമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അച്ഛാ, നമ്മുടെ പള്ളിയിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, ആ വിഗ്രഹമായിരുന്നു ആ ക്ലോക്ക് എന്ന്. കാരണം അൾത്താരയിൽ ഈ ക്ലോക്ക് വലിയ ഇതിൽ നിൽക്കുമ്പോൾ എല്ലാവരും കാണുന്നു. കുർബാനയിൽ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ ഈ ക്ലോക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കും. പല സമയത്തും നമ്മൾ അൾത്താരയിലേക്കാൾ ശ്രദ്ധ ഇതെപ്പോൾ തീരും, അച്ഛൻ്റെ പ്രസംഗം എപ്പോൾ തീരും, കുർബാന എപ്പോൾ തീരും, സമയം കൂടുതലായോ നേരത്തെയായോ വൈകിപ്പോയോ, ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ക്ലോക്കിന് പോലും പള്ളിയിൽ വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ശ്രദ്ധയെ അല്ലെങ്കിൽ അൾത്താരയിലേക്കുള്ള ഒരു ഭക്തിയെ ബാധിക്കാവുന്ന രീതിയിൽ ആ ക്ലോക്ക് മാറി. അതുകൊണ്ടാണ് ചേച്ചി അത്ര കൃത്യമായിട്ട് പറയുന്നത് ആ ക്ലോക്ക് ഒരു വിഗ്രഹമായിരുന്നു എന്ന്. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ പ്രലോഭനങ്ങളിലൊക്കെ ചിലപ്പോൾ വീണ് പോകണമെന്നില്ല. കൊച്ചു ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ വീണ് പോവാം. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളായിട്ട് വരുന്നത് ചിലപ്പോൾ വ്യക്തികളാവാം, ചില വസ്തുക്കളാവാം, ചില സാഹചര്യങ്ങളാവാം, നമ്മുടെ ചില താല്പര്യങ്ങളാവാം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കടമുള്ള ദിവസങ്ങളിൽ കുർബാന മുടക്കുന്ന വിശ്വാസികൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ്. പണ്ട് കാലത്തും നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. ഞായറാഴ്ച കടമുള്ള ദിവസത്തിൽ കുർബാന മുടക്കുന്നത് നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നെല്ലാവരും, ഭൂരിപക്ഷം ആളുകളും ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു ചെറിയ കാരണത്തിന് പോലും മുടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ, വിഗ്രഹമായി മാറുന്ന ചില കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും കുറെ കൂടി ശ്രദ്ധാപൂർവം പ്രലാപനങ്ങളെ അതിജീവിക്കാനും പുണ്യങ്ങളിൽ ആഴപ്പെടാനും നമ്മൾ പരിശ്രമിക്കണം. നല്ലൊരു നോമ്പുകാലം നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ നോമ്പുകാലത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കുറെ കൂടി മാനസാന്തരപ്പെടുത്താനും നവീകരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.